ഹായ്, അസ്സാം വലൈക്കും. ഞാൻ ഇന്നലെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ റിഫ എന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് സത്യാവസ്ഥകൾ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ പെൺകുട്ടി മരണപ്പെട്ടതിന് ഞങ്ങൾക്ക് മതിയായ സങ്കടമുണ്ട്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്ളോഗർ കൂടിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറച്ച് യൂട്യൂബേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു യൂട്യൂബർ, അതായത് ഖാദർ കരിപ്പൊടി എന്നൊരു യൂട്യൂബർ അതിൽ ഒരുപാട് മുതലെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതായത് അവന്റെ പറയുന്ന പല സ്റ്റേറ്റ്മെന്റിലും നമ്മൾ കണ്ടു ഓന്റെ കയ്യിൽ ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടതാണ് എന്നതിനുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളതിനുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടു. എന്നിട്ട് ഇവൻ എന്തുകൊണ്ട് അത് കേരള പോലീസിന് കൈമാറിയില്ല? അത് ഇനി കൈമാറാൻ ഇവൻ ശ്രമിച്ചപ്പോഴും എന്തുകൊണ്ട് താമരശ്ശേരി കാക്കൂർ അല്ലെങ്കിൽ കോഴിക്കോട് ഡിവൈഎസ്പി അല്ലെ താമരശ്ശേരി ഡിവൈഎസ്പി എന്തുകൊണ്ട് അത് ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല? ആ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാനൊരു RTI, അതായത് കോഴിക്കോട് വടകര SP ഞാൻ ഒരു RTI അയക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു വ്യക്തമായ ഒരു പ്രൂഫ് വരാൻ 30 ദിവസം പിടിക്കുമായിരിക്കും. അതിന്റെ ഇടയിൽ ഖാദർ കരിപ്പൊടിയോ മറ്റുള്ള ആരെങ്കിലോ സത്യം പുറത്തു വരാതിരിക്കാൻ കൈയിട്ട് കളിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാൻ 90 ദിവസം അപ്പീൽ വരെ പോകേണ്ടി വരും, അല്ലെങ്കിൽ കോടതിയിൽ ഞാൻ പോകേണ്ടി വരും. അപ്പൊ നമുക്കൊന്ന് അന്വേഷിക്കാം. ഈ പറഞ്ഞതുപോലെ ഇതില് FIR വീണിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു കൊലപാതക കുറ്റമാണോ, അതേപോലെ ഈ പെൺകുട്ടി മരണപ്പെടുന്ന സമയത്ത് ഈ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എന്തായാലും റീപോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്താണ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഇവൻ പറഞ്ഞ പോലെ അലിഗേഷൻസ് ആണ്. എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇവന്റെ കയ്യിൽ നിന്നും തെളിവുകൾ മേടിക്കാത്തത്? ഇനി ഇവന്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇവൻ എന്തുകൊണ്ടാണ് ഈ 6 വർഷത്തോളമായിട്ട് കയ്യിൽ വെച്ചുകൊണ്ട്, ചിലപ്പോൾ കുഞ്ഞം പിരിയാൻ വേണ്ടിയിട്ടായിരിക്കും, തെളിവുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നും വരും. ഒരു മെഹനാസിന്റെ ഒരു വിഷയം പുറത്തു ചാടി, അപ്പൊ വരും റിഫ മെഹനുവിന്റെ മരണത്തിൽ എനിക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു, സഫ ആ തെളിവുകൾ എനിക്ക് തന്നു, അത് കിട്ടി, ഇത് കിട്ടി, അത് കിട്ടി. പണ്ട് വിയറ്റ്നാം കോളനിയിൽ ഒരു സിനിമാ നടൻ പറയണ്ടല്ല, ആ രേഖ എന്റെ കയ്യിലുണ്ട്, ഇതാണ് ആ രേഖ. ഇങ്ങനെ കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഖാദർ കരിപ്പൊടി കാട്ടി. അപ്പൊ നമുക്ക് സത്യസന്ധമായിട്ട് ഒരു പൗരന്റെ, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള ഒരു നിലക്ക് ഞാൻ എൻ്റെ ഒരു അവകാശം വെച്ചിട്ട് ഞാൻ ഒരു RTI നമ്മുടെ കോഴിക്കോട് വടകര SP ഞാൻ അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള മറുപടി വരുന്നുണ്ടാവും. തീർച്ചയായിട്ടും 30 ദിവസം കഴിഞ്ഞ് അതിനുള്ള മറുപടി കിട്ടും. മറുപടി കിട്ടിയതിനു ശേഷം തീർച്ചയായിട്ടും നമുക്ക് ആ രേഖകൾ വെച്ചിട്ട് അവൻ ക്രിമിനൽ ആണോ, ഈ കേസ് ഇവൻ പറഞ്ഞ് കെട്ടിച്ചമച്ചതാണോ, ബാച്ച ഖാദർ കരിപ്പൊടിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ ബാച്ച എന്ന് പറഞ്ഞ വെളുത്തിട്ട് പാറിക്കോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയും കാസർഗോഡുള്ള അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് എന്തുകൊണ്ട് ഈ അന്വേഷണത്തിൽ വന്നില്ല? കാരണം അവരെ കുറിച്ച് ഒരു അലിഗേഷൻ ഗൾഫിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടായി. ഇവരെ അന്വേഷണ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കണം. കാരണം ഇത് തീർച്ചയായിട്ടും ഒരു കുട്ടിക്ക് കിട്ടേണ്ട നീതി, അല്ലെങ്കിൽ ആ കുടുംബത്തിന് കിട്ടേണ്ട നീതിയാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി കിട്ടും. ഇത് നിങ്ങൾ ഇനി ഇവൻ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്നുള്ള ഒരു അലിഗേഷൻ വെച്ച് ചിലപ്പോൾ ഈ RTI തള്ളാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഇത് ഈ RTI തള്ളാൻ പറ്റൂല. കാരണം ഒരു തേർഡ് പാർട്ടി എന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ്. കാരണം ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പ്രതിയാണെന്ന് ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഒരുപോലെ ദോഷം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു നീതിപൂർവമായ ഒരു വിചാരണ നടത്താനുള്ള ഒരു അവസ്ഥ ഇവൻ നിഷേധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം. ഇനി കിട്ടുന്നവരെ 30 ദിവസം വരെ നമുക്കിതിനെപ്പറ്റി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള തെളിവുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും.